ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നാളത്തെ ദിനം തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ക്ഷമിക്കുവാനും കൊടുക്കുവാനുമാണ് ഒരു ക്രിസ്തു ശിഷ്യൻ വിളിച്ചിരിക്കുന്നത് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് തിരുവചന ഭാഗം. ലോകം കാണുന്നത് പോലെ കാണുവാനും പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാനും ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുവാനുമല്ല ഒരു ക്രിസ്തു ശിഷ്യനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ശത്രുക്കളെ സ്നേഹിക്കുവാനും തിന്മ ചെയ്യുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യുവാനുമാണ്. ഇതെങ്ങനെ നമുക്ക് സാധിക്കും? അതിന് തിരുഹൃദയത്തിൽ നിന്ന് നാം നോക്കി പഠിക്കണം. അവിടുത്തെ സ്നേഹം പ്രതിഫലം ഇച്ഛിക്കാത്തതായിരുന്നു. തിരുഹൃദയത്തെ നോക്കി പഠിച്ച് വിശുദ്ധിയുടെ പടവുകൾ കയറിയ വിശുദ്ധ യോഹന്നാൻ ക്രൂസ് പിതാവ് തന്റെ ആത്മീയ ഗീതത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: സ്നേഹമില്ലാത്തിടത്ത് സ്നേഹം ചൊരിയുവിൻ, അപ്പോൾ നിങ്ങൾക്ക് സ്നേഹം കോരിയെടുക്കാൻ സാധിക്കും. നമുക്ക് ഈശോയെ വരവേൽക്കുവാനായി ഏറ്റവും തീക്ഷ്ണതയോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ വിചിന്തനം ചെയ്യാം. തിരുഹൃദയത്തെ നോക്കി എല്ലാം കൊടുത്തുകൊണ്ട് പ്രതിഫലം ഇച്ഛിക്കാതെയുള്ള എൻ്റെ സ്നേഹത്തിൽ ഞാൻ എത്രമാത്രം വളർന്നുവെന്ന് ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.